നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശിവഭഗവാൻ മറ്റ് ഹൈന്ദവ ദേവതാ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റു ദേവതകളെല്ലാം തന്നെ സർവ ആഭരണ വിഭൂഷിതരായിട്ട് നിലകൊള്ളുമ്പോൾ എന്തുകൊണ്ടാണ് ശിവഭഗവാൻ ഒരു ആഭരണങ്ങളുമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാകുന്ന ആഡംബരങ്ങളൊന്നുമില്ലാതെ ഉള്ള ഒരു ശരീരപ്രകൃതിയും ജീവിതവും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലാത്തവരെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആരാലോ ആണോ വെറുക്കപ്പെടുന്നത് അവരെ എല്ലാം സ്വീകരിക്കാനും ആലിംഗനം ചെയ്യാനുമുള്ള മനസ്ഥിതിയുള്ള ഒരേ ഒരു ദേവതാ സ്വരൂപം എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. നിങ്ങൾ ചന്ദ്രനെ നോക്കൂ. ചന്ദ്രൻ ബ്രഹ്മാവിൻ്റെ പുത്രനാല് ശപിക്കപ്പെടുന്നതാണ്. അതിനുശേഷം അവനെ ആരും സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല. പക്ഷേ ഭഗവാൻ അവനെ സ്വീകരിക്കുകയാണ്. സർപ്പങ്ങളെ നോക്കൂ. സർപ്പങ്ങളെ ലോകം മുഴുവൻ തിരസ്കരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ സർപ്പത്തെ ആക്രമിച്ചപ്പോൾ അവനെ രക്ഷിച്ച് സ്വീകരിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. ഗംഗാനദിയെ നോക്കൂ. ഗംഗാനദി ഭൂമിയിലേക്ക് വന്നപ്പോൾ അവളെ ആരും സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല. ഭഗവാൻ തൻ്റെ ജടയിൽ തന്നെയാണ് അവൾക്ക് സ്ഥാനം കൊടുത്തത്. മറ്റൊന്ന്, ഗംഗാനദിയുടെ വേഗത ഭഗവാനല്ലാതെ മറ്റാർക്കും സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ്. ഹലാഹല വിഷം സമുദ്രമഥനത്തിൽ ഓരോ ദൈവത്തിനും എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പറയാം അല്ലേ? ഇന്ദ്രന് ആനയും വിഷ്ണുവിന് ലക്ഷ്മി ദേവിയും മറ്റ് ദേവന്മാർക്ക് അമൃതമൊക്കെ ലഭിച്ചപ്പോൾ മാരകമായിട്ടുള്ള വിഷം ആര് സ്വീകരിക്കുമെന്നതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ മാത്രമാണത് കുടിച്ചത്. ഭൂതങ്ങളെ നോക്കൂ. ഭൂതങ്ങൾ അവരുടെ മോശം കർമ്മങ്ങൾ കാരണം ഭക്തരായിട്ട് സ്വീകരിക്കാനായിട്ട് ഒരു ദേവതയും തയ്യാറായിട്ടില്ല. ഭഗവാൻ മാത്രമാണ് അവർക്ക് പ്രപഞ്ചപിതാവായിട്ട് അനുഗ്രഹം നൽകിയത്. മാത്രമല്ല അവർക്ക് സഞ്ജീവനി എന്ന മഹാവിദ്യ പോലും നൽകുകയാണ് ഉണ്ടായത്. ആചാരങ്ങളും വേദമന്ത്രങ്ങളും മറ്റു അനുഷ്ഠാനങ്ങളും അറിയാത്തവർക്ക് കുറച്ച് വെള്ളത്തുള്ളികളും കൂവള ഇലകളും കൊണ്ട് മാത്രം പ്രസാദിക്കുന്ന മറ്റൊരു ദൈവം ഉണ്ടാകും നമുക്ക്. അത് ഭഗവാനല്ലാതെ മറ്റാരുമില്ല. എന്നെ പോലെയുള്ള ആളുകൾ, അതെ മിക്ക ആളുകളും എന്നെ വെറുക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല, ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല, എന്നിരുന്നാലും സുഹൃത്തുക്കളാൽ പരിഹസിക്കപ്പെടുന്നു, എല്ലാവരാലും വിധിക്കപ്പെടുന്നു. എന്നിട്ടും എൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭഗവാൻ ശിവനെ ഞാൻ കാണുകയാണ്. എൻ്റെ എത്രയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്നെ സ്പർശിക്കാതെ ഒഴിവായി പോയിട്ടുണ്ട്. ഭഗവാന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. കാരണം അവൻ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും അധിപനാണ്. അവൻ മറ്റാരും ഇല്ലാത്തവരെ സ്വീകരിക്കാനുള്ള തിരക്കിലാണ്. ഇതും ശരിയാണ്. ആർക്കെങ്കിലും അവനുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനകം എല്ലാമുണ്ട്. പറഞ്ഞു നിർത്തട്ടെ. ഓം നമഃ ശിവായ. RKG നെയ്യ്.